ഒന്ന് ചിന്തിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ഒരു സമുറായി, 60-ലധികം ഫൈറ്റുകളിൽ ഒന്നിൽ പോലും തോൽക്കാത്ത ഒരു ഇതിഹാസം. അദ്ദേഹമാണ് മിയാമോട്ടോ മുസാഷി. അദ്ദേഹത്തിന്റെ വിജയരഹസ്യങ്ങൾ മുഴുവൻ ദ ബുക്ക് ഓഫ് 5 റിംഗ്സ് എന്നൊരു പുസ്തകത്തിലുണ്ട്. പക്ഷേ ഇതൊരു യുദ്ധതന്ത്രത്തെക്കുറിച്ചുള്ള ബുക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും എങ്ങനെ വിജയിക്കാമെന്ന് പറഞ്ഞുതരുന്നൊരു വഴികാട്ടിക്കൂടിയാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. 400 വർഷം പഴക്കമുള്ള ഈ പുസ്തകത്തിന് ഇന്നത്തെ കാലത്ത് നമ്മളെ എന്ത് പഠിപ്പിക്കാൻ കഴിയും? നിങ്ങളുടെ ജോലിയിലായാലും പഠനത്തിലായാലും ഇനി ജീവിതത്തിലെ മറ്റേത് ലക്ഷ്യങ്ങൾ നേടാനായാലും ഈ സമുറായിയുടെ തന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പാഠങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് മുസാഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മൾ മനസ്സിലാക്കണം. അതാണ് തന്ത്രം അഥവാ സ്ട്രാറ്റജി. മുസാഷിയുടെ കാഴ്ചപ്പാടിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു യോദ്ധാവിന്റെ കലയാണ്. എതിരാളികളെ മറികടന്ന് വിജയം നേടാനുള്ളൊരു വഴി. ഇത് യുദ്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ ഏത് മത്സരത്തിലും ജയിക്കാൻ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം. പക്ഷെ മുസാഷിയുടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു യഥാർത്ഥ യോദ്ധാവിന് വാള് മാത്രം പോരാ, പേനയും ഒരുപോലെ വഴങ്ങണം. അതായത് പ്രവർത്തിക്കാനുള്ള കഴിവും അറിവും ഒരുപോലെ വേണം. ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് യഥാർത്ഥ വിജയി. മുസാഷി തന്റെ ഈ കിടിലൻ സ്ട്രാറ്റജികളെയൊക്കെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ വിളിക്കുന്നത് 5 വളയങ്ങൾ അഥവാ 5 റിംഗ്സ് എന്നാണ്. ഓരോ വളയവും ഓരോ തത്വത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് ഭൂമിയുടെ വളയം, അതായത് ഗ്രൗണ്ട് റിംഗ്. ഇത് നമ്മൾ നിൽക്കുന്ന നിലം പോലെ, നമ്മുടെ അടിസ്ഥാനമാണ്. രണ്ടാമത്തേത് ജലത്തിന്റെ വളയം, വെള്ളം പോലെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ്. മൂന്നാമത്തേത് അഗ്നിയുടെ വളയം, ഒരു പോരാട്ടത്തിന്റെ തീവ്രത. നാലാമത്തേത് കാറ്റിന്റെ വളയം, നിങ്ങളുടെ എതിരാളിയെപ്പറ്റി അറിയുക. ഏറ്റവും ഒടുവിലായി ശൂന്യതയുടെ വളയം. ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുൻവിധികളില്ലാതെ കാര്യങ്ങളെ വ്യക്തമായി കാണാനുള്ള ഒരു കഴിവാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ശരി, അപ്പോ ഈ 5 വളയങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 5 പ്രധാനപ്പെട്ട പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പോ ഇതാ നമ്മുടെ ആദ്യത്തെ പാഠം. മുസാഷി പറയുന്ന ഒരു കിഡിലൻ കാര്യമുണ്ട്: ഒരു യോദ്ധാവിന്റെ വഴി വെള്ളം പോലെയാകണം. ഇതിന്റെ അർത്ഥം എന്താന്നല്ലേ? സിമ്പിളാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാകുക, അതായത് അഡാപ്റ്റബിൾ ആകുക. ജോലിയിലൊരു പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനെ എതിർക്കാതെ അതങ്ങോട്ട് പഠിച്ചെടുത്ത് മുന്നോട്ടു പോകുന്നവർക്കാണ് എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മളൊരു ചെറിയ അരുവി പോലെ ശാന്തമായി ഒഴുകേണ്ടിവരും. മറ്റു ചിലപ്പോൾ ഒരു കടൽ പോലെ ആഞ്ഞടിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, ഫ്ലെക്സിബിൾ ആയിരിക്കുന്നവരാണ് അവസാനം വിജയിക്കുന്നത്. ഓക്കേ, ഇനി രണ്ടാമത്തെ പാഠം. ഇത് പരിശീലനത്തിന്റെ, അതായത് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു ആർട്ടിസ്റ്റിനെ നോക്കൂ. അയാൾ തന്റെ ടൂൾസ് മാസ്റ്റർ ചെയ്താണ് നല്ലൊരു കലാരൂപം ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു യോദ്ധാവ് തന്റെ തന്ത്രങ്ങൾ മാസ്റ്റർ ചെയ്താണ് വിജയം നേടുന്നത്. ഇവർ രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിരന്തരമായ പരിശീലനം. ഇതാണ് മുസാഷിയുടെ ഫയർ റിംഗിലെ പ്രധാന പോയിന്റ്. വിജയത്തിലേക്കുള്ള വഴി പരിശീലനത്തിലാണ്. രാവും പകലും പരിശീലിക്കുക. ഇത് നിങ്ങളുടെ കഴിവുകൾ കൂട്ടാൻ മാത്രമല്ല, ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോ പെട്ടെന്നും സ്മാർട്ടായും തീരുമാനങ്ങളെടുക്കാൻ നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ പാഠം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ്: മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത. വിൻഡ് റിംഗിൽ നിന്നുള്ള ഒരു കിടിലൻ കോട്ടാണിത്. മറ്റുള്ളവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ജയിക്കണമെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ രീതികൾ എന്താണ്, അവരുടെ കാഴ്ചപ്പാടെന്താണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ബിസിനസ് ആയാലും സ്പോർട്സ് ആയാലും പരീക്ഷയായാലും ശരി. മറ്റുള്ളവരെ അറിയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ള പാഠം ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അത്രത്തോളം തന്നെ പവർഫുള്ളുമാണ്. മുസാഷിയുടെ ഏറ്റവും ഡയറക്റ്റായിട്ടുള്ളൊരു ഉപദേശമാണിത്: ഉപയോഗമില്ലാത്തതൊന്നും ചെയ്യരുത്. നിങ്ങളുടെ സമയവും ഊർജവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വേണം, പക്ഷെ അത് നിങ്ങളുടെ പ്രധാന ലക്ഷ്യത്തെ സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ചുരുക്കത്തിൽ, ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് ഗോളിൽ മാത്രം ശ്രദ്ധിക്കുക. ഓക്കേ, നമ്മുടെ അവസാനത്തെ 5ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ഈ ഒരു വാചകം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക: ചെറിയ ചുവടുകൾ വെച്ച് 1000 മൈൽ ദൂരമുള്ള പാത നടന്നു തീർക്കുക.
ഒറ്റ രാത്രി കൊണ്ടാരും മാസ്റ്ററാവില്ല അല്ലേ? ഏതൊരു വലിയ വിജയവും ചെറിയ സ്ഥിരമായ ചുവടുവെപ്പുകളിലൂടെയുള്ള ഒരു നീണ്ട യാത്രയുടെ ഫലമാണ്. ക്ഷമയും സ്ഥിരോത്സാഹവുമാണ് ഏതൊരു വലിയ ലക്ഷ്യവും നേടാനുള്ള താക്കോൽ. ഇപ്പോ നമ്മൾ 5 പാഠങ്ങൾ പഠിച്ചു. പക്ഷേ വെറുതെ കേട്ടുപോയാൽ മതിയോ? പോരാ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനിയാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം. മുസാഷിയുടെ മുഴുവൻ തത്വചിന്തയുടെയും കാതൽ ഈ ഒറ്റ വരിയിലുണ്ട്. ഇന്നത്തെ വിജയം എന്നത് ഇന്നലത്തെ നിങ്ങളോടുള്ള വിജയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ സ്റ്റെപ്പ് ഇതാണ്. ഇന്നലെ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഒരു പടി മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒരൊറ്റ ചെറിയ കാര്യം ഇന്ന് ചെയ്യുക. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തുന്നതിലാണ് യഥാർത്ഥ വിജയം. അപ്പോൾ ഓർക്കുക, വെള്ളം പോലെ അഡാപ്റ്റബിൾ ആകുക, നിരന്തരം ട്രെയിൻ ചെയ്യുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, ഉപയോഗമില്ലാത്തത് ഒഴിവാക്കുക, പിന്നെ ഓരോ ചുവടും ക്ഷമയോടെ മുന്നോട്ട് വയ്ക്കുക. ഈ പാഠങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കൂ. ഇന്നലത്തെ നിങ്ങളോട് നിങ്ങൾ നേടാൻ പോകുന്ന ആ ഒരു ചെറിയ വിജയം എന്തായിരിക്കും? ആലോചിക്കൂ. നിങ്ങളുടെ 1000 മൈൽ യാത്രയിലെ ആദ്യത്തെ ചുവട് ഇന്ന് തന്നെ വയ്ക്കുക.